വിലയിരുത്തൽ തന്നെയാണോ താങ്കൾക്കും ഉള്ളത്? ഇറാൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിലെ സുരക്ഷാ സംവിധാനം അത്രയ്ക്ക് ശക്തമാണ്. പക്ഷേ എങ്കിലും ഇറാനെ പൂർണ്ണമായിട്ടും നേരിടാൻ, ഇസ്രായേൽ ഒരു കാഷ്വാലിറ്റി ഇല്ലാതെയും നേരിടാൻ അത് ഇസ്രായേലിന് സാധിക്കുമോ ഈ സമയത്ത്? അതോടൊപ്പം തന്നെയാണല്ലോ ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ. ശ്രീ മഞ്ജുഷ, ഇതിനകത്ത് പിന്നെ ഇതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റഡി ചെയ്യണം. കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. ഓക്കെ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിലേക്ക് ഇറാൻ വിട്ട മിസൈലുകളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേലിനുള്ളത്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഡേവിഡ് സ്ലിംഗ് ആയാലും അയൺ ഡോം ആയാലും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ വളരെ ശക്തമായി. അപ്പൊ അതിനെ പോലും സാച്ചുറേറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ് ഇറാൻ അന്ന് ചെയ്തത്. അതായത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ 50 എണ്ണത്തിനെ ഒരേ സമയത്ത് എൻഗേജ് ചെയ്യാൻ സാധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 150 എണ്ണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 എണ്ണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 50 എണ്ണത്തിനെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ, 60 മിസൈൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 50 എണ്ണത്തിനെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 എണ്ണം ഭൂമിയിൽ വന്ന് പതിക്കും. അപ്പൊ ഇറാന്റെ സ്ട്രാറ്റജി അതായിരുന്നു, ഈ സാച്ചുറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, ഇവിടെ ഈ യുദ്ധം തുടങ്ങി വരിക എന്നുള്ളത്, ഈ യുദ്ധം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ മുതലേ അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കണക്ക്, അന്ന് ആദ്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്തുണ്ടായിരുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3000 മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ടെന്നായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് യുദ്ധം ആസന്നമായി കഴിയുമ്പോൾ ധാരാളമായിട്ട് മിസൈലുകൾ ചൈനയിൽ നിന്നും ഇറാന് കിട്ടിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് വലിയ സഹായങ്ങൾ കിട്ടിയിട്ടില്ല, കാരണം റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ട് എൻഗേജ്ഡ് ആണ്. ഇപ്പോഴും ഇറാന്റെ കയ്യിലുള്ളത് പഴയ S-300 മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അത് തീർച്ചയായിട്ടും ഒരു സ്റ്റെൽത്ത് വിമാനങ്ങളെ ബ്ലോക്ക് ചെയ്യാനൊന്നും അത്ര പര്യാപ്തമല്ല. അത് പഴയ സിസ്റ്റമാണ്. അത് സ്റ്റെൽത്ത് ടെക്നോളജി വരുന്നതിന് മുമ്പേ ഉള്ള സിസ്റ്റമാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ ചൈന കുറെ റഡാർ സിസ്റ്റംസ് ഇറാന് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഇൻബിറ്റ്വീൻ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റഡാർ സിസ്റ്റംസ് കുറെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെയും നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും ഇത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാലേ അത് ട്രാക്ക് ചെയ്തോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെനിസ്വേലയിലും ചൈന ഇതുപോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള റഡാറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കബളിപ്പിച്ചിട്ടാണ്